അപ്പോൾ ഇതേ രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 6:30 നമുക്ക് 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ട്രക്കിങ്ങിനാണ് പോകുന്നത്. ഇന്ന് നമ്മുടെ ചിക്കമംഗ്ലൂർ ഡേയ്സ് ആണ് കേട്ടോ ഈ ഒരു വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതേ ഞാൻ എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളായിട്ടൊക്കെ എണീക്കാനുണ്ട്. വേഗം റെഡി ആവണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും പോവാം. അപ്പോൾ അതേ ഞങ്ങള് എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കോസ്റ്റ്യൂം ഔട്ട്ഫിറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. അപ്പോൾ അതേ ഞങ്ങൾ ഇന്ന് തന്നെ റൂം വെക്കേറ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അപ്പോൾ ഇതേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രൂട്ട്സ് ഉണ്ട്, ദോശയുണ്ട്, പിന്നെ പൂരി ഉണ്ട്, പിന്നെ ഉപ്മാവ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, കേസരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മധുരമുള്ളതൊന്നും കഴിക്കുന്നില്ല, യാത്ര ചെയ്യാനുള്ളതല്ല. അപ്പോൾ ഞാൻ പൂരി എടുത്തു, പിന്നെ ഒരു ദോശ എടുത്തു. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മക്കൾ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്, ബ്രെഡ്, ജാം, അങ്ങനെ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. കേട്ടില്ല. അപ്പോൾ അതേ ഞങ്ങൾ അതേ ഞങ്ങള് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പോവാണല്ലോ. അതേ നമ്മൾ ട്രക്കിങ്ങിന് എത്തിയിട്ടാണ് കേട്ടോ ജീപ്പുകൾ. ഞങ്ങളുടെ നായനെ കിട്ടണം. അവനെ ഞങ്ങൾ ഇന്നലെ മുതലേ കിട്ടിയിട്ടുണ്ട്. ചാമേ ഇല്ല, ഒരു ഗൈഡ് ഒരു ത്രേ ട്രക്കിംഗ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. 5-6 ജീപ്പുകളിലായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പോകുന്ന സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിരുന്നേ. ഒരു കുന്നിലേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് കുറേ ദൂരം ഉണ്ട് കേട്ടോ. 1 മണിക്കൂറോ മറ്റോ എടുക്കും അവിടെ എത്താനായിട്ട്.
ഇത് നമ്മൾ പോകുന്ന വഴിയിലൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കാണ് ഇവിടെ കയറാൻ പോകുന്നത്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മളിവിടെ കയറാൻ പോകുന്നത്. ഇപ്പം കയറുന്നില്ല, നേരെ നമ്മൾ കുന്നിലേക്കാണ് പോകുന്നത്. നല്ല കോടയുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഇതേ ഫൈനലി നമ്മൾ എത്താനായിട്ട് പോവാണ്. ആ കാണുന്ന ആ കുന്നിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ദേ വണ്ടികളും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ട്. വാങ്ങിക്കാം നമുക്ക് പോയിട്ട് ഇറങ്ങിയിട്ട് മേടിക്കാം കേട്ടോ. താഴത്തേക്ക് വീഴൂ? ഏ ഇവിടെ വരെ മതി കേട്ടോ, ഇനി അങ്ങോട്ടൊന്നും പോണ്ട. പോയടാ. അങ്ങനെ നമ്മളെ കുന്നിന്റെ ടോപ്പിലൊക്കെ കയറി എല്ലാം കണ്ടു, അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ താഴത്തേക്ക് തന്നെ ഇറങ്ങുകയാണ് കേട്ടോ. താഴത്തേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദേ ഇനി നമുക്ക് അവിടെ എത്താനുണ്ട് കേട്ടോ, ആ കാണുന്ന അങ്ങോട്ട് എത്താനുണ്ട്. അപ്പോഴേക്കും ഇതേ കുറച്ച് തേനീച്ചക്കൂട്ടങ്ങൾ വന്നിട്ടോ, എല്ലാവരും താഴെ അങ്ങ് ഇരുന്നു. പിന്നെ ഇതേ ഞങ്ങൾ വന്നിട്ട് ഐസ്ക്രീം, പിന്നെ ചോളം, അങ്ങനത്തെ ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയിലൊക്കെ കയറി ഫുഡെല്ലാം കഴിച്ചു. ഇനി നേരെ പോണത് നമ്മൾ തിരിച്ച് പോകുമ്പോൾ കണ്ടിട്ടുള്ള ഒരു വെള്ളച്ചാട്ടല്ലേ, അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നമ്മൾ കുന്നിന്ന് ഒഴുകി വരുന്ന വെള്ളം വെള്ളച്ചാട്ടം പോലെ വരികയാണ്. ഒരു അരുവിയാണ് തോന്നുന്നത് കേട്ടോ. അതിങ്ങനെ വെള്ളച്ചാട്ടം പോലെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിരുന്നു.
അങ്ങനെ ഇതേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ബസ്സൊക്കെ കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടാണ് കേട്ടോ. അവിടേക്കും ഉണ്ട്, ലോങ് ട്രാവലാണ്. ഇത്രയും ദൂരം വന്നതല്ലേ, ഇനി അത്രയും ദൂരം തന്നെ തിരിച്ചും പോകണം. പോകുന്ന വഴിയിൽ വേറെന്തോ ഒരു ഗാർഡൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും കൂടി കയറിയിട്ടായിരിക്കും നമ്മൾ ഇനി ബസ്സിലേക്ക് പോകുന്നത്. എന്തായാലും പോവാം. പോകുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ട്രാവലിങ്. ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടിച്ചിട്ടായിരുന്നു ആ ഡ്രൈവർ പോയിക്കൊണ്ടിരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ഗാർഡൻ വലുതായിട്ട് കാണാനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഏകദേശം പാർക്കിലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കോഫി ടീ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്യാനൊന്നും പോയില്ല, ജസ്റ്റ് ചായയൊക്കെ കുടിക്കാനായിട്ട് പോയി. കുട്ടികളാണെങ്കിൽ പാർക്കിലായിരുന്നു. പിന്നെ ദേ അതാ കാണുന്നതാണ് ഗാർഡൻ. ചെറിയൊരു ഏരിയ ഗാർഡനാണ്. അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, വേറെ മറ്റേ ആയുർവേദത്തിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല, ഗാർഡനിലായിരുന്നു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തത് കേട്ടോ. കേറണ്ട പറഞ്ഞോ ചോദിച്ചതാ. അപ്പോൾ അതേവിടെ ഹോട്ട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചു, വലിയ രസമൊന്നുമില്ല. പിന്നെ എല്ലാവരും അവിടുന്ന് തിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മളെ ബസ് കിടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അതും കുറച്ച് ദൂരമുണ്ട് പോവാനായിട്ട്. എന്തായാലും അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. എന്തായാലും നമുക്ക് മടുക്കത്തില്ല, ട്രാവലിംഗ് മടുക്കത്തില്ല. നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. നല്ല അടിപൊളിയായിരുന്നു സ്ഥലങ്ങളൊക്കെ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കേട്ടോ. ഒരു കാടിൻ്റെ ഉള്ളിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാടാണ് അവിടെ. അങ്ങനെ ദേ നമ്മൾ ചിക്കമംഗ്ലൂർ സിറ്റിയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സിറ്റി ഭാഗം. കാടൊക്കെ കഴിഞ്ഞു, ഇനി സിറ്റിയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറേ വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മളെയും വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബസ് രണ്ടും അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ജീപ്പെല്ലാം ഇറങ്ങിയിട്ട് നമ്മൾ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. ബസ്സിൽ പിന്നെ നമ്മൾ അന്താക്ഷരിയാണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി കൂർഗിലേക്കാണ് പോകാനുള്ളത്. കൂർഗ് ഭയങ്കര ദൂരമുണ്ട്. നമ്മൾ വരുന്ന വഴിക്കായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഡേ വരുന്ന വഴിക്കായിരുന്നു കൂർഗ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടായിരുന്നു ചിക്കമംഗൂർ, ബേലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. ഇനി തിരിച്ച് അത്രയും ദൂരം നമ്മൾ തിരിച്ച് ട്രാവൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത്രയും സമയം നമുക്കുണ്ട്. സോ നമ്മൾ നമ്മുടെ അന്താക്ഷരിയാണ് കളിച്ചുകൊണ്ടിരിപ്പുള്ളത്. കണ്ണാശ്രമത്തിൽ കാവ്യസമുദ്രയോ ഒമർ ഖയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രമോ
അറ്റ് ഫൈനലി നമ്മൾ കൂർഗ് എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനായിട്ടുള്ള ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മൾ കൂർഗിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂർഗിലത്തെ റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് നാളെയാണ് ഔട്ടിങ്. ഇപ്പോൾ നല്ലോണം ലേറ്റ് ആയിട്ടോ, നമ്മൾ എത്താനായിട്ട് നല്ലോണം വൈകിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം, കൂർഗിലെ റൂം കേട്ടോ. അപ്പോൾ ഇതാണ്, എക്സ്ട്രാ ബെഡൊക്കെ തന്നിട്ടുണ്ട്.